ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 122. നമ്മളിന്ന് ഒന്നാമത്തെ മണ്ഡലത്തിലെ 64ാമത്തെ മന്ത്രമാണ് നോക്കുന്നത്. അതിലെ ദേവത ഇന്ദ്രനാണ്. ദേവത ഇന്ദ്രനാണെങ്കിലും ഇന്ദ്രൻ്റെ കൂട്ടുകാരായ മരുത്തുക്കളെ പറ്റിയാണ് പറയുന്നത്. ഇന്ദ്രനാണ് ഈ മരുത്തുക്കളെയെല്ലാം സൃഷ്ടിച്ചത്. അത് പ്രപഞ്ചഘടനയായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രപഞ്ചം 7 ലോകങ്ങൾ കൂടിയതാണ്. ഈ 7 ലോകങ്ങളെയും 7 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ 49 മരുത്തുക്കൾ കൂടിയതാണ് പ്രപഞ്ചം. അതിൻ്റെ ഘടന പണ്ട് പറഞ്ഞതാണ് ഏകദേശം ഇങ്ങനെയാണ്. ഇതാണ് 7 ലോകം. ഈ 7 ലോകങ്ങളിലും ഓരോന്നിലും 7 വെച്ചിട്ട് ഗോളാകൃതിയിൽ നക്ഷത്രങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 49 മരുത്തുകൾ ഇതിൻ്റെ അകത്തുള്ളത്. ഈ ഓരോ മരുത്തിലും ഈ ഒരു മരത്തിലാണ് നമ്മുടെ ഭൂമിയുള്ളത്, സൂര്യനല്ല ഉള്ളത്. അപ്പോൾ ഇതിൽ ഓരോന്നിലും തന്നെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ട്. അതാണ് പ്രപഞ്ച ഘടന. അപ്പോൾ ആ മരുത്തുക്കൾ ഇങ്ങനെ സഞ്ചരിക്കും. ഇതെല്ലാം കറങ്ങിയാണ്. ഇതിങ്ങനെ കറങ്ങും, ഇതിൻ്റെ അകത്തുള്ളത് കറങ്ങും. അപ്പോൾ എല്ലാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ എല്ലാ സ്ഥലത്തും എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെയുള്ള മരുത്തുകൾ സഞ്ചരിക്കുമ്പോൾ എന്ത് പറ്റും? അവ നമ്മളെ ഭൂമിയോട് അടുക്കുമ്പോൾ, ചിലതെല്ലാം ഭൂമിയോട് അടുക്കുന്ന സമയത്ത് വലിയ ആകർഷണ ഫലം ഉണ്ടാകുന്നത് കൊണ്ട് അത് നമ്മളെ കാലാവസ്ഥയെല്ലാം വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. നമ്മളെ ജീവിതത്തെ തന്നെ അത് നിയന്ത്രിക്കുന്നത് ഈ മരുത്തുക്കളെല്ലാം കൂടിയിട്ടാണ്. ജ്യോതിഷത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ മരുത്തുക്കളിൽ വരുന്നത്. ജ്യോതിഷത്തിൽ ഈ മരുത്തുക്കളെല്ലാം ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാശിചക്രം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അറിവ് വെച്ചുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് പോകാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 64-1. ഋഷി നോഥ ഗൗതമൻ, ദേവത ഇന്ദ്രൻ, ഛന്ദസ് ജഗതി തൃഷ്ടുപ്പ്. വൃഷ്ണേ ശർദായ സുമഖായ വേദസേ നോഥ സുവൃത്തിം പ്രഭരാമരുഭ്യാം അപോനധീരോ മനസാ സുഹസ്ത്യോ ഗിര സമഞ്ജേ വിധദേഷ്വാഭുവാം. പൗരുഷവാനും പൂജ്യനും ജ്ഞാനിയുമായ മരുത്തിനെ സ്തുതിക്കാൻ നോഥ മഹർഷിയോട് പറയുന്നു. കർമ്മവാനായ വ്യക്തി ജലതർപ്പണം ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ സ്തുതികൾ വർഷിക്കുന്നു. നോഥ ഗൗതമൻ എന്ന ഋഷി, ഇതെഴുതിയ ഋഷി മരുത്തുക്കളെ സ്തുതിക്കുവാൻ പറയുകയാണ്. എന്തുകൊണ്ടാണ് സ്തുതിക്കേണ്ടത്? അത് വളരെ പൂജ്യനും ജ്ഞാനിയുമാണ്. എന്തുകൊണ്ടാണ് ജ്ഞാനിയും എന്ന് പറയുന്നത്? ഈ പ്രപഞ്ചം ഉണ്ടായതിലെല്ലാം ഈ പ്രപഞ്ചഘടനയായിട്ട് ബന്ധപ്പെട്ടതിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഈ മരുത്തുക്കൾ. ഈ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ഘടന, അതിനനുസരിച്ചാണ് പ്രപഞ്ചമെല്ലാം രൂപപ്പെടുന്നതും പ്രപഞ്ചത്തിലെ കാര്യങ്ങളെല്ലാം മുന്നോട്ടേക്ക് പോകുന്നത്. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഈ പ്രപഞ്ചഘടനയാണ്. പ്രപഞ്ചഘടനയിലുള്ള ഗ്രഹങ്ങളുടെ എല്ലാം ചലനമനുസരിച്ചാണ് ലോകം തന്നെ മുന്നോട്ടേക്ക് പോകുന്നത്. അതിൽ പ്രധാനമായ പങ്ക് വഹിക്കുന്നത് ഈ മരുത്തുക്കളാണ്. അതുകൊണ്ട് അവരെ പൂജിക്കേണ്ടത് തന്നെയാണ്. അവരെ ജ്ഞാനികളുമാണ്. ഇനി 2 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 64-2. തേ ജഞ്ഞിരേ ദിവ ഇർശ്വാസ ഉഷണോ രുദ്രസ്യ മരിയ അസുര അരേവസഹ പാവകാസ ശുജയ സൂര്യ ഇവ സത്വാനോ ന ദഫ്സിനോ ഘോര വർപ്പസഹ. അവർ മഹത്തുക്കളും സമർത്ഥന്മാരും മരുത്തുക്കളുടെ പുത്രരുമാണ്. അവർ പ്രാണവാന്മാരും നിഷ്പാപരും പവിത്രകർത്താക്കളും സൂര്യന് തുല്യം തേജസ്വികളും ഉഗ്ര രൂപന്മാരുമാണ്. കാരണം അവരെ പൂജിക്കണം എന്ന് പറഞ്ഞതിന് കാരണം എന്താണ്? ആ മരുത്തുക്കൾ സമർത്ഥന്മാരാണ്. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ അത്രയും സമർത്ഥന്മാരാണ്. സൂര്യൻ അവൻ്റെ എല്ലാം പുത്രനാണ്. ആ മരുത്തുക്കളിൽ ഒന്നിലാണ് നമ്മുടെ സൂര്യനെ പോലെയുള്ള ആയിരക്കണക്കിന് നക്ഷത്രങ്ങളുള്ളത്. അതിലൊന്നു തന്നെയാണ് സൂര്യൻ. അവൻ
പവിത്രന്മാരാണ്. പവിത്രന്മാരെന്ന് പറഞ്ഞാൽ അത്രയും ശുദ്ധമാണ്. അവരുടെ ചലനമെല്ലാം ശരിയായ ശാസ്ത്രതത്വം തോന്നുന്ന മാതിരി ഒന്നല്ല ചലിക്കുന്നത്. അതിനെല്ലാം ചില നിയമങ്ങളുണ്ട്. ആ നിയമം അനുസരിച്ച് അതിന് സഞ്ചരിക്കേണ്ട വഴിയിലൂടെയേ അത് സഞ്ചരിക്കൂ. ആ സഞ്ചരിക്കുന്ന വഴിയിനനുസരിച്ചാണ് ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം അത്രയും പവിത്രമാണ്, കർത്താക്കളാണ്. എല്ലാത്തിൻ്റെയും കർത്താക്കൾ അത് തന്നെയാണ്. സൂര്യന് തുല്യം തേജസ്സുകളാണ്. സൂര്യനാണ് നമ്മളെ ഗ്രഹങ്ങളെ സ്വാധീനിക്കുന്നത് പോലെ തന്നെ ഓരോ മരുത്തുക്കളും എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനെ പോലെ തേജസ്സോടുകൂടി നമ്മളെ ലോകത്തെ നിയന്ത്രിക്കുന്നുണ്ട്. അവർ പ്രാണവാന്മാരാണ്. നമ്മുടെ പ്രാണൻ ശ്വാസം നിലനിർത്തുന്നതിന് പിന്നിലും ഈ മരുത്തുക്കളുടെ സ്വാധീനമുണ്ട്. നമുക്ക് ശ്വാസം കിട്ടുന്നതിന് സൂര്യൻ മാത്രമല്ല, ഗ്രഹങ്ങൾ മാത്രമല്ല, ഈ മരുത്തുക്കളെ എല്ലാം കൂടിയിട്ടാണ് നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുന്നത്. ഇനി 3 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 64-3 യുവാന രുദ്ര അജര അഭോഖനോ വവക്ഷുരദ്രിഹ ഗാവ പർവ്വത ഇവ ദൃഹ ചിത് വിശ്വ ഭുവനാനി പാർത്ഥിവ പ്രച്യാവയന്തി ദിവ്യാനി മജ്മന. യുവാക്കളും അജരന്മാരും ദാനം ചെയ്യാത്തവരെ ഹിംസിക്കുന്നവരും അബാധഗതിയായി ചലിക്കുന്നവരുമായ മരുദ്ഗണം പർവ്വതങ്ങൾക്ക് തുല്യം മഹത്വത്തോടു കൂടിയവരായി തങ്ങളുടെ ശക്തിയാൽ ആകാശത്തിലും ഭൂമിയിലും ജനിച്ചിട്ടുള്ള എല്ലാ ജീവികളെയും വിറപ്പിക്കുന്നു. അവർ യുവാക്കളാണ്. യുവാക്കൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് തേജസ് ഉള്ളവരാണ്. അതിൻ്റെ ചലനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ആ സ്പീഡും വേഗതയും അവയുടെ ആകർഷണങ്ങളും മറ്റുള്ളവരെ സ്വാധീനിക്കാൻ നിൽക്കാനുള്ള ഒരു യുവാക്കളെ പോലെയാണ്. അജരന്മാരുമാണ്. അവരെ ആർക്കും തോൽപ്പിക്കാനൊന്നും പറ്റില്ല. അവർ തീരുമാനിക്കുന്ന വഴിയാണ് ലോകക്രമങ്ങളെല്ലാം മുന്നോട്ടേക്ക് പോകുക. ദാനം ചെയ്യാതെ അവരെ ഹിംസിക്കും. അതായത് ദാനം ചെയ്യുക എന്നാണ്. ദാനം എപ്പോഴാണ് ചെയ്യുന്നത്? നമ്മൾ കർമ്മം ചെയ്യുമ്പോഴാണ് അങ്ങോട്ടേക്ക് വസ്തുക്കൾ കൊടുക്കുന്നത്. ചോറുണ്ടാക്കണ്ടെങ്കിൽ നമ്മൾ അരിയുമ്പോൾ അങ്ങോട്ടേക്ക് ദാനം ചെയ്യും. ആർക്ക്? ആ പാത്രത്തിനെ, ആ പാത്രത്തിലുള്ള ഇന്ദ്രന് അങ്ങോട്ടേക്ക് ദാനം ചെയ്താലാണ് നമുക്ക് ഫലം ഇങ്ങോട്ടേക്ക് കിട്ടുക. അപ്പം ദാനം ചെയ്യാത്തവരെന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു കർമ്മവും ചെയ്യാത്തവരെയെല്ലാം എന്താ, അവരുടെ ലോകത്തിന് ആവശ്യമില്ല. അവരെ എടുത്ത് ദൂരെ കളയുന്നതും മരുത്തുക്കളാണ്. വിശാലമായി ചലിക്കുന്നവരാണ്. അവർ ചലിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം 7 ലോകത്തിലൂടെയും അവർ ചലിക്കുകയാണ്. അതിലൂടെ നമ്മെ ബാധിച്ചുകൊണ്ട് നയിക്കുകയും ചെയ്യുന്നു. ആ ചലനത്തിനനുസരിച്ചാണ് നമ്മളെ നാഡികളിലൂടെ അത് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അവർ പർവ്വത തുല്യരാണ്. അതൊരു പർവ്വതന്മാരിയുള്ള വലിയൊരു ഗോളമാണ്. കുറേ ഗോളങ്ങളാണ്. പർവ്വതന്മാരെയാണ് ഉറച്ച കുറേ പർവ്വതങ്ങളെ പോലെയാണ് ആ മരുത്തുക്കളെല്ലാം ഉള്ളത്. ആകാശത്തും ഭൂമിയിലുള്ള ജീവജാലങ്ങളെ വിറപ്പിക്കുന്നവരാണ്. അവർ ചലിക്കുമ്പോൾ ചിലപ്പോൾ ആകർഷണ ഫലം കൊണ്ട് എന്ത് പറ്റും? ഇവിടെ ജലത്തിൽ ഉയരും, വെള്ളപ്പൊക്കം ഉണ്ടാകും. ചിലപ്പോൾ മലകളെല്ലാം ഇടിഞ്ഞു പൊഴിഞ്ഞു വീഴും. ഭൂമിയിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകും അവ ചലിച്ചു വരുമ്പോൾ. അപ്പോൾ ആകാശത്തിലെയും ഭൂമിയിലെയുമുള്ള ജീവജാലങ്ങളെ എല്ലാം എന്ത് ചെയ്യും? അത് വിറപ്പിക്കും. ഇനി 4-മത്തത് ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 64-4 ചിത്രൈരഞ്ജിഭിർവപുഷേ വൃഞ്ചതേ വക്ഷസ്സു രുക്മാം അധി ഏതിരേ ശുഭേ ഹംസ്വേഷ്വേഷാം നിമിമൃക്ഷുർ ദൃഷ്ടയസാകം ജഞ്ജിരേ സ്വധയാദിവോ നമഃ. ശോഭയ്ക്ക് വേണ്ടി വിവിധ അലങ്കാരങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവരായ മരുദ്ഗണങ്ങൾ സ്വർണ്ണാഭരണങ്ങളും ധരിച്ച് തോളിൽ വസ്ത്രങ്ങളും ധരിച്ച് സ്വയം ആകാശത്തിൽ പ്രത്യക്ഷരായി. അവർ ശോഭക്കായിട്ട് വിവിധ രൂപത്തിൽ അലങ്കരിക്കപ്പെട്ടവരാണ്. അവർ നല്ല ഭംഗിയിൽ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കറിയാലോ, ഇങ്ങനെ ഭംഗിയിൽ ഒരു തോന്നമാരി വാരിയിട്ടല്ല. ഈ 49 ഒരു പ്രത്യേക ക്രമത്തിൽ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. അവർ ആഭരണ വിഭൂഷകളായി, കാരണം അത്രയും ഭംഗിയിൽ ആയുധസമേതം ആകാശത്തിൽ പ്രത്യക്ഷ. ആയുധം എന്ന് പറഞ്ഞാൽ കയ്യിൽ വേറെ ആയുധമൊന്നുമില്ല. അത് പോന്ന വഴിക്ക് അതിൻ്റെ ആകർഷണം തന്നെയാണ് ആയുധം. ആ ആകർഷണ ഫലമായിട്ട് ആ പോന്ന വഴിക്കുള്ളതെല്ലാം പ്രകമ്പനം കൊള്ളും. അപ്പോൾ ആകാശരൂപത്തിൽ ആയുധ സമേതം പ്രത്യക്ഷപ്പെടുന്നു. ഇനി 5
ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 64-5. ഈശാനകൃതോ ധുനയോ ദിശാദസോ വാദാൻമിദ്യുത തവിഷീഭിരക്രതാം ദുഹത്യൂർധർ ദിവ്യാനി ധൂതയോ ഭൂമിം പിന്വന്തി പയസപരിജ്രയാം. ഐശ്വര്യദാതാക്കളും ശത്രുക്കളെ ഭയഭീതരാക്കുന്നവരും രക്ഷകരുമായ മരുത്തുക്കൾ തങ്ങളുടെ ശക്തിയാൽ വായുവിനെയും വിദ്യുത്തിനെയും പ്രകടമാക്കി. സർവത്ര ഗമനശീലരായ അവർ ആകാശസ്ഥിതമായ മേഘത്തെ കറന്ന് ഭൂമിയെ സേചനം ചെയ്തു. അവർ രക്ഷകരും ഐശ്വര്യം നൽകുന്നവരും ശത്രുക്കളെ നശിപ്പിക്കുന്നവരുമാണ്. അവർ രക്ഷകരാണ്. ആ മരുത്തുകളൊന്നുമില്ലെങ്കിൽ ജീവജാലങ്ങൾ പോലും ഇവിടെ ചലിക്കില്ല. ആ ജീവജാലങ്ങൾ ഉണ്ടാകുന്നതിന് പിന്നിലെല്ലാം ഈ പ്രപഞ്ചഘടനയുണ്ട്. പ്രപഞ്ചഘടന എന്ന് പറഞ്ഞാൽ 49 മരുത്തുക്കൾ കൂടിയതാണ്. അപ്പോൾ അവർ രക്ഷകരാണ്. നമ്മുടെ എല്ലാ ഐശ്വര്യം, ഇവിടെ ഉണ്ടാകുന്ന എല്ലാ പുരോഗതിക്ക് പിന്നിലും ഈ പ്രപഞ്ചഘടന തന്നെയാണ് കാരണം. അപ്പോൾ അവ ഐശ്വര്യം നൽകുന്നവരും ശത്രുക്കളെ നശിപ്പിക്കുന്നവരുമാണ്. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിബന്ധങ്ങളെയെല്ലാം നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നതും ലക്ഷ്യത്തിലെത്തണ്ടെങ്കിൽ ശത്രുക്കളെ നശിപ്പിക്കണം. അതെല്ലാം അത് തന്നെയാണ് സാധിപ്പിക്കുന്നത്. അവർ ശക്തിയാൽ വായുവിനെയും വിദ്യുത്തിനെയും പ്രകടമാക്കി. അവർ ചലിക്കുമ്പോൾ വായു എന്തായിരിക്കും? ചലിക്കും. വായുവിനെ നമ്മൾ തിരിച്ചടിക്കുന്ന എപ്പോഴാണ്? ചലിക്കുമ്പോഴാണ്, കാറ്റായിട്ട് അടിക്കുമ്പോഴാണ്. അത് കാറ്റായിട്ട് വായു കാറ്റ് പോലെ ചലിക്കുന്ന എപ്പോഴാണ്? ഈ മരുത്തുക്കളെ സഞ്ചാരം കൊണ്ടാണ് ഈ വായുവെല്ലാം ചലിക്കുന്നത്. നമുക്കറിയാലോ, റോട്ടിലോട്ട് വണ്ടികൾ എപ്പോഴും പോകുമ്പോൾ അതിൻ്റെ അടുത്ത് കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇവ സഞ്ചരിക്കുമ്പോൾ വളരെ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പം വായുകൾ സഞ്ചരിക്കും, വിദ്യുത്ത് ഉണ്ടാക്കും. മേഘങ്ങൾ കൂട്ടിമുട്ടിയിട്ട് ആ വായു മേഘങ്ങളെ കൂട്ടിയിടിപ്പിച്ചിട്ട് മഴയായി പെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാക്കും? വിദ്യുത്ത് ഉണ്ടാക്കും. സർവയിടവും ഗമിക്കുന്ന അവരെ എത്താത്ത സ്ഥലമൊന്നുമില്ല. പ്രപഞ്ചം മുഴുവൻ 7 ലോകങ്ങളും അവർ ചലിക്കുകയാണ്. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു? മേഘങ്ങളെ വർഷത്തിനായി പ്രേരിപ്പിക്കുന്നു. അവർ സഞ്ചരിക്കുമ്പോൾ മേഘങ്ങളെല്ലാം ചലിച്ചു തുടങ്ങും. അപ്പോൾ വ്യത്യസ്ത ചാർജുള്ള മേഘങ്ങൾ കൂടിച്ചേർന്നിട്ട് മഴയായിട്ട് വർഷിക്കും. ഇനി 6-ാമത്തേത് ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 64-6. പിന്നെന്തവോ മരുത സുദാനവപ്പയോ ഹൃതവത് വിധതേഷ്വാഭുവാം അത്യംനമിഹേ വിനയന്തി വാജിനം മുക്സം ദുഹന്തി സ്തനയന്തം അക്ഷിതം. കല്യാണകാരികളായ മരുദ്ഗണം യജ്ഞത്തിൽ ഹൃതത്തെ വെള്ളം പോലെ വർഷിക്കുന്നു. അശ്വതുല്യമായ മേഘത്തെ വർഷത്തിനു വേണ്ടി പ്രേരിപ്പിക്കുകയും അതിനെ ദോഹനം ചെയ്യുകയും ചെയ്യുന്നു. അവർ യജ്ഞത്തിലൂടെ കൃതത്തെ വെള്ളം പോലെ വർഷിക്കുന്നു. കൃതം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്നും കൂടിച്ചേർന്ന വസ്തുവാണ്. അതിനകത്ത് പോഷകമൂല്യങ്ങളെല്ലാം ഉള്ള വസ്തു എന്ന് പറയാം. അപ്പം കൃതം എങ്ങനെയാണ് വർഷിക്കുന്നത്? നമ്മളെ മഴവെള്ളം ശുദ്ധമല്ല. മഴവെള്ളത്തിൽ എന്തുണ്ട്? വളം ഉണ്ടാകുന്നുണ്ട്. ഇടിമിന്നലുണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൽ വളമുണ്ടാകുന്നുണ്ട്. ആ വളം ചേർന്ന വെള്ളമാണ്. അതാണ് കൃതം എന്ന് പോലെ. കൃതത്തെ വെള്ളം പോലെ വർഷിക്കുന്നു. അപ്പം മഴവെള്ളത്തിൽ എന്തുണ്ട്? വളങ്ങളുണ്ട്. ആ വളങ്ങളാണ് ചെടികൾ അതാണ്ട് മഴവെള്ളം കൊണ്ട് വീണാലുള്ള ചെടികൾ വളരുന്ന മാതിരി നമ്മളെ വെള്ളം ഒഴിച്ചാലും വരില്ല. കാരണം അതിൻ്റെ അത് വളത്തോടു കൂടിയാണ് വരുന്നത്. അപ്പം കൃതത്തെ വെള്ളം പോലെ വർഷിക്കുന്നു. മേഘത്തെ ഉണ്ടാക്കി അവയെ വർഷിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. മേഘത്തെ ഉണ്ടാക്കുന്നതും അതാണ്. അത് ചലിക്കുമ്പോൾ ഭൂമിയിലുള്ള ജലമെല്ലാം ഉയർന്ന മേഘങ്ങളായി മാറും. മേഘങ്ങളെ കൂട്ടിയിടിപ്പിച്ചിട്ട് ചില സമയത്ത് എന്താക്കും? മഴയായിട്ട് വർഷിക്കുന്നു, അതിനെ പ്രേരിപ്പിക്കുന്നു. ഇനി 7 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 64-7. മഹിഷാസോ മായിന ചിത്രദാനവോ ഗിരയോന സ്വതവസോ രഘുഷ്വത മൃഗായിവ ഹസ്തിന ഖാദതാവന യദാരുണീഷു തവീഷീര യുക്ത്വം. മഹാജ്ഞാനികളായ മരുത്തുക്കൾ
ദീപ്തിയുക്തങ്ങളായ പർവ്വതങ്ങൾക്ക് തുല്യം ഉന്നതരും ആനകൾക്ക് തുല്യം വനത്തെ ഭക്ഷിക്കുന്നവരുമാണ്. അവർ ചുവപ്പ് നിറമുള്ള അഗ്നിക്ക് ശക്തി പ്രദാനം ചെയ്യുന്നു. മഹാജ്ഞാനികളായ മരുത്തുക്കള് ദീപ്തിമാരും നല്ല പ്രകാശമുള്ളവരാണ്. അവർ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് തന്നെയാണ് സഞ്ചരിക്കുന്നത്. പർവ്വതതുല്യം ഉന്നതരും, പർവ്വതത്തിൻ്റെ പോലെയാണ് അതിൻ്റെ ഘടനയുള്ളത്, ആ ചലിക്കുന്ന ഗോളങ്ങൾ. പിന്നെയോ ആനകൾക്ക് തുല്യം വനങ്ങളെ ഭക്ഷിക്കുന്നവരുമാണ്. ആനകൾക്ക് തുല്യം, ആനകരിയിൽ വനങ്ങളെ തിന്ന് നിൽക്കുന്ന പോലെ മേഘങ്ങൾ, ഈ മരുത്തുക്കൾ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ വനങ്ങളെല്ലാം കത്തിയെരിഞ്ഞ് ഇല്ലാതാകും. ചിലപ്പോൾ മരങ്ങൾ കൂട്ടിയിടിക്കും, തീയുണ്ടാകും, കാട്ടു തീയുണ്ടാകും, മരങ്ങൾ മുഴുവൻ കത്തി നശിച്ചെന്ന് വരും. അത്രയും ശക്തിയിൽ കാറ്റടിക്കുക, മണ്ണ് ഇളകിപ്പോവുക, പർവ്വതങ്ങൾ കാർന്നു വീഴുക, ഇതെല്ലാം സംഭവിക്കാം. നിങ്ങൾ ചുവപ്പ് നിറമുള്ള അഗ്നി പ്രദാനം ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റുന്നു? മരങ്ങൾ ശക്തിയിൽ മരങ്ങൾ കൂട്ടിയിടിക്കുമ്പോൾ മരങ്ങൾ തീ പിടിച്ചിട്ട് ചുവപ്പ് നിറത്തിലുള്ള അഗ്നിയെ പ്രദാനം ചെയ്യുന്നു. ഇനി 8 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 64-8. സിംഹായിവ നാദതി പ്രചേതസ വിശായിവ സുവിശോ വിശ്വവേദസഃ ക്ഷപോ ജിന്വന്ത പൃഷദീർഭിർഇഷ്ടിഭി സമിത്സബാധ ശവസാഹ മന്യവാം. മഹാജ്ഞാനികളും മാൻപേടകളെ പോലെ സൗന്ദര്യമുള്ളവരും സമസ്ത ഐശ്വര്യങ്ങളാൽ യുക്തരും അത്ഭുതങ്ങളായ ആയുധങ്ങളാൽ സമ്പന്നരും പ്രജാപീഡകന്മാരുടെ അന്തകന്മാരുമായ മരുദ്ഗണങ്ങൾ സിംഹങ്ങളെപ്പോലെ ക്രോധത്താൽ ഗർജിക്കുന്നു. അവർ മഹാജ്ഞാനികളാണ്. കാരണം പ്രപഞ്ചത്തിലുള്ള എല്ലാ സംഭവങ്ങൾക്ക് പിന്നിലും അവരുണ്ട്. അതുകൊണ്ട് അവർ ജ്ഞാനികളാണ്. മാൻപേടകളെ പോലെ സൗന്ദര്യമുള്ളത്. ഒരു മാനിൻ്റെ തോലുമ്മലുള്ള രൂപമാണ് അവരെ. മാൻപേടകളെ പോലെ സൗന്ദര്യമുള്ളവരാണ്. അവരുടെ ഘടന എന്ന് പറഞ്ഞാൽ മാനിൻ്റെ തോലിൽ ഇങ്ങനെയെല്ലാം ചിഹ്നങ്ങൾ കാണാം. അതുപോലെയാണ് സമസ്ത ഐശ്വര്യങ്ങൾ, എല്ലാ ഐശ്വര്യങ്ങളുടെയും ഉടമകളാണ് അവർ. അത്ഭുതകരമായ ആയുധങ്ങൾ അവരുടെ കൈമലുണ്ട്. അവരുടെ കൈമിൽ പലതരത്തിലെ ആയുധം എന്ന് പറഞ്ഞാൽ അത് പോകുമ്പോൾ തീയുണ്ട, കാട്ടിൽ തീ പിടിക്കും, മലകൾ ഇടിഞ്ഞു വീഴും, അങ്ങനെ പലതരത്തിലുള്ള ആയുധങ്ങൾ അവരെ. വെള്ളം ഉയരും, മഴ പെയ്യും, ഇതെല്ലാം പലതരം ആയുധങ്ങളെ പ്രയോഗിക്കുന്നതിന് സമാനമാണ്. ഇനി 8 അല്ല, ആയുധങ്ങളുള്ളവരുമാണ്. പ്രജാപീഡിതകരുടെ അന്ധകരുമാണ്. ജനങ്ങളെ പീഡിപ്പിക്കുന്നവരെയെല്ലാം കൊല്ലുക എന്ന് പറയുമ്പോൾ ചില കാലഘട്ടങ്ങളിൽ നാട്ടിൽ വിപ്ലവങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് പിന്നിലും ഈ ഗ്രഹങ്ങളുടെ, ഈ മരുത്തുക്കളുടെ സ്വാധീനമുണ്ട്. മരുത്തുക്കൾ പ്രത്യേക സ്ഥലത്തെത്തുമ്പോഴാണ് ഭരണങ്ങൾ അട്ടിമറിക്കപ്പെടുന്നതും ദുർഭരണാധികാരികളെ എടുത്ത് ദൂരക്കളയുന്ന മഹാഭാരത യുദ്ധങ്ങളെല്ലാം ഈ മരുത്തുക്കളുടെ ചലനവുമായിട്ട് ബന്ധിച്ചിട്ടുണ്ട്. 1-ാം ലോകമഹായുദ്ധം, 2-ാം ലോകമഹായുദ്ധം എല്ലാം മരുത്തുക്കളുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം പ്രജകളെ പീഡിപ്പിക്കുന്ന ഭരണാധികാരികളെ എടുത്തത് ദൂരക്കളയും. അവർ സിംഹത്തെ പോലെ ഗർജിക്കും. അവർ ശബ്ദിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ശബ്ദമുണ്ട്, വലിയ ശബ്ദം മുഴങ്ങുന്നുണ്ട് അവരുടെ ചലനം മൂലം. അത് ശാസ്ത്രലോകവും മനസ്സിലാക്കിയിട്ടുണ്ട്, ആകാശത്തിൽ എന്തോ ഒരു ശബ്ദമുണ്ടെന്ന്. അത് ഇവയുടെ ചലനം മൂലമാണ്. ഇനി 9 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 64-9. രോദസി ആ വദതാഗണശ്രിയോ നൃഷാച ശൂര ശവസാഹി മന്യവാ ആ വസുന്ധരേഷു മതിർന ദർശതാ വിദ്യുന്ന തസ്ഥൗ മരുതോരഥേഷു വാ. ഗതിശീലരായ വീരന്മാരും ഉപകാരികളും ശത്രുനാശകരുമായ മരുത്തുക്കൾ ക്രോധത്താൽ വർദ്ധിച്ച ശക്തികയോടുകൂടി ആകാശത്തെയും ഭൂമിയെയും മാറ്റലി കൊള്ളിക്കുന്നു. അവരുടെ രഥത്തിൽ ചന്ദ്രികയ്ക്കു തുല്യം കാന്തിമതിയായ വിദ്യുത് രൂപിണി ദേവി വിരാജിക്കുന്നു. അവർ വേഗത്തിൽ ചലിക്കുന്നവർ. വേഗത്തിലാണ് അവരുടെ സൂര്യൻ ഭൂമി ചലിക്കുന്ന വേഗം തന്നെ അറിയാലോ.
അതിലും എത്ര വേഗത്തിൽ സൂര്യൻ ചലിക്കുന്നു, അതിലും വേഗത്തിലാണ് ഈ മരുത്തുക്കൾ ചലിക്കുന്നത്. ഉപകാരികളാണ്, മനുഷ്യർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി തന്നെയാണ് അവ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചലനത്തിനനുസരിച്ചാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. ശത്രുനാശകരാണ്, നമ്മുടെ ശത്രുക്കളെ എല്ലാം എടുത്ത് നേരത്തെ പറഞ്ഞ മാതിരി യുദ്ധങ്ങളിലൂടെ എല്ലാം എടുത്ത് മാറ്റിയിട്ട് നല്ല ഭരണകർത്താക്കളെ ഉണ്ടാക്കുന്നതെല്ലാം അത് തന്നെയാണ്. പിന്നെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലേക്കും എല്ലാം അത് നയിക്കുന്നുണ്ട്. അവരുടെ ക്രോധത്താൽ ആകാശ ഭൂമികളിൽ മാറ്റൊലി ഉണ്ടാകും. അവയുടെ കോപത്താൽ ഭൂമികളിലും ആകാശത്തിലും എല്ലാം അതിൻ്റേതായ മാറ്റൊലി, ഭയങ്കര ഇടിമിന്നലുണ്ടാകും. ഭൂമിയിൽ പലതരം സംഭവവികാസങ്ങൾ സംഭവിക്കാം. അവരുടെ രഥത്തിൽ ചന്ദ്രന് തുല്യം ശോഭയുള്ള വൈദ്യുതി ദേവി വിരാജിക്കുന്നു. അവരുടെ രഥം സഞ്ചരിക്കുമ്പോൾ, അതായത് അവ സഞ്ചരിക്കുമ്പോഴാണ് വൈദ്യുതി ആകാശത്തിൽ ഇടിമിന്നലിലൂടെ വലിയ വൈദ്യുതികളെല്ലാം ഉണ്ടാകുന്നു. ഇനി 10 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 64-10. വിശ്വവേദസോരൈഭി സമോകസ സംമിശ്ലാശസ്ത വിഷീഭിർ വിരപ്സിന അസ്താരയിഷും ദധിരേ ഗപസ്ത്യോരനം തശുഷ്മാവ ഖാദയോ നരാ. സമ്പൂർണ്ണ ഐശ്വര്യവാന്മാരും ശക്തരും ശത്രു വിനാശകരും രണകുശലരുമായ മരുത്തുക്കൾ ഇരു കൈകളിലും ആയുധം ധരിച്ചിരിക്കുന്നു. ഇതിലും പറഞ്ഞത് തന്നെയാണ്, സമ്പൂർണ്ണ ഐശ്വര്യത്തിൻ്റെ ഉടമകളാണ് അവർ. ശക്തരാണ്, ശത്രുക്കളെയെല്ലാം നശിപ്പിക്കുന്നവരാണ്, യുദ്ധകുശലരാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ യുദ്ധം നയിക്കുവാൻ, അത്രയും ഒരു യുദ്ധം നയിക്കുന്ന വരിയാണ് വലുവ. അപ്പോഴാണ് ഭൂമി മലകളെല്ലാം വെട്ടി വിറക്കുന്നത്. മരുത്തുക്കൾ ഇരു കളികളിലും ആയുധവും ധരിച്ചിട്ടാണ് വരുന്നതെന്നാണ് അവരുടെ ആയുധം എന്ന് പറഞ്ഞാൽ ഇതാണ്. കാട്ടിൽ മരങ്ങൾ തമ്മിൽ കൂട്ടിയിട്ടുമ്പം തീയായിട്ട് അത് വരും. സമുദ്രത്തിലെ ജലം ഉയർന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകും, മലകൾ ഒലിച്ചലുണ്ടാകും, ശക്തിയായ മിന്നലുകൾ ഉണ്ടാകും, മഴയുണ്ടാകും. ഇതെല്ലാം തന്നെയാണ് പല രൂപത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഇതെല്ലാമാണ് അവർ ഉണ്ടാക്കുന്നത്. ഇനി 11 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 64-11. ഹിരണ്യേഭി പവിഭി പയോവൃത ഉജ്ജിഘ്നന്ത ആപത്യോ ന പർവതാൻ മഹാ അയാസ സ്വസൃതോ ധ്രുവച്യുതോ ദുദ്രഹൃദോ മരുതോ രാജദൃഷ്ടയഃ. ജലത്തെ വർഷിപ്പിക്കുന്ന പൂജ്യരും ദുരിതകാമികളും അചലങ്ങളായ വസ്തുക്കളെ ചലിപ്പിക്കുന്നവരും അബാധ ഗതിയുക്തരും ആയ മരുത്തുക്കൾ സ്വർണരഥത്തിന്റെ ചക്രങ്ങളാൽ മേഘങ്ങളെ ഉടയ്ക്കുന്നു. അവർ ജലത്തെ വർഷിക്കുന്നവർ, അതായത് മഴ പെയ്യ്ക്കുന്നവരാണ്. മരുത്തുക്കൾക്ക് മഴ പെയ്യ്ക്കുവാനുള്ള കഴിവുണ്ട്. വേഗത്തിൽ ദ്രുതകാമികളാണ്, വളരെ വേഗത്തിൽ സഞ്ചരിക്കും, വസ്തുക്കളെ ചലിപ്പിക്കും. അത് പോകുമ്പോൾ അതിൻ്റെ ആകർഷണ ബലത്താൽ അടുത്തുള്ള ഭൂമികളിലെല്ലാം വസ്തുക്കൾ ചലിക്കാൻ തുടങ്ങും. പർവ്വതങ്ങളും മരങ്ങളും എല്ലാം കടപുഴകി വെളുത്ത് വരും. ശരിയായ ഗതിയുള്ളവരാണ്. അവർക്ക് പോകുന്നതിന് ചില വഴികളുണ്ട്, ആ വഴിയിലൂടെ അത് പോവുകയുള്ളൂ, അതായത് ഓർബിറ്റുകൾ. ശരിയായ ഗതിയുള്ളവരും സ്വർണരഥത്തിൽ സഞ്ചരിക്കുമ്പോൾ മേഘങ്ങളെ ഉടയ്ക്കുന്നതുമാണ്. അവരുടെ രഥം സഞ്ചരിക്കുമ്പോൾ മേഘങ്ങളെല്ലാം ഉടച്ചിട്ട് മഴയായിട്ട് പെയ്യിപ്പിക്കുന്നവരും ആണ്. പറഞ്ഞു തന്നെയാണ് വളരെ വ്യക്തമായി തിരിച്ചും മറിച്ചും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി 12 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 64-12. കൃഷും പാവകം വനിനം വിചർഷിണം രുദ്രസ്യ സൂനും ഹവസ വൃണീമസി രജസ്തുരം തവസം മാരുതം ഗണമൃജിഷിണം വൃഷണം സ ചതശ്രിയേ. ശത്രുനാശകരും പരമ പാവനരും ബഹുകർമാക്കളും രുദ്രപുത്രന്മാരുമായ മരുത്തുക്കളെ ഞങ്ങൾ സ്തുതിക്കുന്നു. ധൂളിപ്രേരകരും വൃത്തിപ്രദരും വീരന്മാരുമായ മരുത്തുക്കളുടെ സന്നിധിയിൽ ധനത്തിനായി പോകുവിൻ.
അവർ ശത്രുനാശകരാണ്, ശത്രുക്കളെ നശിപ്പിക്കുന്ന ലോകത്തിലെ അധർമ്മങ്ങളെയെല്ലാം ഇല്ലാതാക്കുമ്പോൾ ആ നടക്കുന്ന യുദ്ധത്തിനെല്ലാം നേതൃത്വം അവരാണ് ചെയ്യുന്നത്. പാവനരും വളരെ പാവനന്മാരായവരാണ് അവർ. ശരിയായ മാർഗത്തിൽ, ധർമ്മത്തിൻ്റെ മാർഗത്തിൽ മാത്രമേ അവർ ചലിക്കുകയുള്ളൂ. ലോകത്തെ ആ തരത്തിലാണ് ലോകത്തെ നയിക്കുക. കർമ്മങ്ങളാണ്, പലതരം കർമ്മങ്ങളാണ് ഇത് ചെയ്യുന്നത്. മഴ പെയ്യ്ക്കുന്നു, മേഘത്തെ ചലിപ്പിച്ച് മേഘം ഉണ്ടാക്കുന്നു, കാറ്റിനെ ചലിപ്പിക്കുന്നു, മഴ പെയ്യിക്കുന്നു, വൈദ്യുതി ഉണ്ടാക്കുന്നു, മിന്നലുണ്ടാക്കുന്നു, പർവ്വതങ്ങളെല്ലാം ഇളക്കുന്നു, ചെടികളെ തെറിപ്പിക്കുന്നു, ഭൂമിയിൽ വെള്ളം ഉയർത്തുന്നു. ഇങ്ങനെ പലവിധ കർമ്മങ്ങൾ, ബഹുകർമ്മങ്ങളും രുദ്രപുത്രന്മാരാണ്. രുദ്രൻ ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് ഇങ്ങനെയൊരു വലിയ പ്രപഞ്ചമുണ്ടായത്. ആറ്റങ്ങൾ കൂടിച്ചേർന്ന്, രുദ്രൻ എന്ന് പറഞ്ഞാൽ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് പർവ്വതങ്ങൾ, കുറേ വസ്തുക്കളെല്ലാം ഉണ്ടായി. അങ്ങനെ ഉണ്ടായിരിക്കുന്നതാണ് ഈ 49 മരുത്തുക്കൾ. അതുകൊണ്ട് വിജ്ഞാനം നല്ല ബുദ്ധിമാന്മാരാണ്. അവരുടെ പക്കൽ ധനത്തിനായി പോവുക. അപ്പം നമ്മൾ അവരെ ആശ്രയിക്കുക എന്നാണ് പറയുന്നത്. നേരത്തെ തന്നെ പൂജിക്കാൻ പറഞ്ഞല്ലോ. ഇപ്പം അവസാനം എന്ത് പറയുകയാണ്? ഇത്രയും കഴിവുള്ളവരാണ് ഈ മരുത്തുക്കൾ, അതുകൊണ്ട് നമ്മൾ അവരെ ആശ്രയിക്കുക. ധനത്തിനായിക്കൊണ്ട് അവരെ എടുത്തു പോവുക. അവരെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ നല്ലവണ്ണം മഴ പെയ്യിപ്പിച്ചു തരും. നമുക്ക് കൃഷികളെല്ലാം നല്ലവണ്ണം ഉണ്ടാകും. നമ്മളെ നയിക്കുന്നതും അവർ തന്നെയാണ്. ഇനി 13 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 64-13. പ്രനൂസമർത്താശവസാജനാം അധിതസ്തൗ വ ഓദീ മരുതോ യമാവതാ അർവദ്ഭിർവാചം ഭരതേ ധനാനിർഭിർ ആപൃച്ഛ്യം ക്രതുമാക്ഷേതി പുഷ്യതീ. മരുത്തുക്കളാൽ രക്ഷിക്കപ്പെട്ട മനുഷ്യൻ എല്ലാ മനുഷ്യരെക്കാളും ശക്തരാണ്. അവൻ അശ്വങ്ങളാൽ അന്നവും മനുഷ്യരാൽ ധനവും സമ്പാദിച്ച് ഉത്തമമായ യജ്ഞം വഴി സുഖം പ്രാപിക്കുന്നു. നിങ്ങളാൽ രക്ഷിക്കപ്പെട്ട മനുഷ്യർ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമാണ്. അതായത് നമ്മളെല്ലാം നിയന്ത്രിക്കുന്നത് ആ മരുത്തുക്കളും ഈ ഗ്രഹങ്ങളെല്ലാം കൂടിയിട്ടാണ്. അപ്പം ചിലവർ രക്ഷപ്പെടും, കാലത്തിനനുസരിച്ച് പോകുന്നവർ രക്ഷപ്പെടും, കാലത്തിനെതിരായിട്ട് നീങ്ങുന്നവർ നശിക്കും. അപ്പോൾ ആര് കാലത്തിനനുസരിച്ച് പോകുന്നുവോ, കാലമാണ് നമ്മളെ മുന്നോട്ടേക്ക്, ലോകം പുരോഗമിച്ചു പോവുകയാണ്, ആ കാലത്തിനനുസരിച്ച് പോകുന്നവർ അവരാണ് രക്ഷിക്കപ്പെട്ട മനുഷ്യർ. അവർ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണ്. അവർ അശ്വങ്ങളാൽ ധനം നേടുന്നു, അവർ അവരുടെ കാര്യം നേടിപ്പോകുന്നു. അപ്പോൾ കാലത്തിനനുസരിച്ച്, കാലം പുരോഗമിക്കുമ്പോൾ ആ ശാസ്ത്രത്തിൻ്റെ സഹായത്താൽ നമ്മളും അതിനനുസരിച്ച് നീങ്ങിയാൽ ധനം നേടുന്നു, ഉത്തമ യജ്ഞം വഴി സുഖം പ്രാപിക്കും. അപ്പം മനുഷ്യർ 2 തരത്തിലുണ്ട്. ഒന്ന് പുരോഗതിയിലേക്ക് നീങ്ങുന്നവരാണ്, അവർ നല്ല സുഖത്തിലേക്ക് എത്തിച്ചേരും. കാലത്തെ പിന്നോട്ടേക്ക് അടിക്കാൻ ശ്രമിക്കുന്നവർ നശിക്കുക തന്നെ ചെയ്യും. ഇനി 14 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 64-14. ചർകൃത്യം മരുത പൃത്സു ദുഷ്ടരം ദ്യുമന്തം ശുഷ്മം മഖവത് സുദത്തനാം ധനസ്പൃതം മുക്ത്യം വിശ്വർച്ചനീം തോകം പുഷ്യേമ തനയം ശതം ഹിമാ. കാര്യങ്ങളിൽ സമർത്ഥരും യുദ്ധങ്ങളിൽ അജയ്യരും ദീപ്തിമാന്മാരുമായ മരുത്തുക്കൾ ഞങ്ങളിൽ ശക്തിയെ സ്ഥാപിക്കണമേ. ഞങ്ങൾ സ്വന്തം പുത്രന്മാരെ 100 വർഷക്കാലം പരിപാലിക്കുന്നവർ ആയി തീരണമേ. അവർ യുദ്ധജേതാക്കളാണ്, സമർത്ഥരാണ്. ഈ മരുത്തുക്കളെ എല്ലാ കാര്യങ്ങളും നേടുന്ന ശക്തിയാണ്. അവർ ചലിക്കുന്നതനുസരിച്ചാണ് ലോകം ചലിക്കുന്നത്. അവരോട് പറയുകയാണ്, ഞങ്ങളിൽ നിങ്ങളുടെ ശക്തി പ്രദാനം ചെയ്യുക. അപ്പം നമുക്കും ആ ശക്തി എവിടെ നിന്ന് കിട്ടുന്നത്? മരുത്തുക്കളുടെ പ്രേരണയാലാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിലും നമ്മളെ നയിക്കുന്നത് ആര് തന്നെയാണ്? ആ മരുത്തുക്കളാണ്. അതുകൊണ്ട് നമുക്കുള്ള ശക്തിയും അതിൽ നിന്ന് തന്നെ കിട്ടുക. അതിലൂടെ നമ്മൾ പുത്രന്മാരോടൊത്ത് 100 വർഷക്കാലം
അവരെ പരിപാലിക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെയൊന്നും നിന്റെ കോപത്തിൽ നശിപ്പിച്ച് കളയരുത്. കാരണം ചിലയിടത്ത് പ്രളയം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നശിച്ചു പോകുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്, നീ നമ്മളെ നശിപ്പിക്കാതെ പുത്രന്മാരെ 100 വർഷക്കാലം, നമ്മുടെ പുത്രന്മാരെ 100 വർഷക്കാലം പരിപാലിക്കാനുള്ള ആയുസ്സെല്ലാം നീ നമുക്ക് നൽകുക. ഇനി 15 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 64-15. നുഷ്ടിരം മരുതോ വീരവന്തമൃതീഷാഹം ജൈമസ്മാ സുധത്ത സഹസ്രിണം ശതിനം ശുശൂവാംസം പ്രാതർമ്മ ക്ഷുതിയാ വസുർജഗമ്യാത്. മരുദ്ഗണങ്ങൾ ഞങ്ങൾക്ക് സ്ഥായിയും ശത്രുക്കളെ ജയിക്കുന്നതുമായ കഴിവ് നൽകണമേ. ഞങ്ങൾക്ക് 1,00,000 സംഖ്യയെ ധനം നൽകണമേ. നിങ്ങൾ പ്രഭാതത്തിൽ അതിവേഗം ഞങ്ങളെ സമീപിക്കണമേ. അതോട് പറയുകയാണ്, നിങ്ങൾക്ക് സ്ഥായിയായ ഉറച്ചതായ ശക്തി. നമുക്ക് എപ്പോഴും ശക്തി തരണം. ശത്രുക്കളെ ജയിക്കാൻ പറ്റണം. ശത്രുക്കളെ ജയിക്കാൻ പറ്റണം. അതിനുള്ള ശക്തി, എപ്പോഴും നിലനിൽക്കുന്ന ശക്തി നീ ഞങ്ങൾക്ക് നൽകുക. ഞങ്ങൾക്ക് സഹസ്രക്കണക്കിന് ധനങ്ങൾ നൽകുക. അതായത് നമ്മുടെ കർമ്മത്തിന് സഹായിച്ചുകൊണ്ട് നമുക്ക് ധനം നേടിത്തരിക. നിങ്ങൾ പ്രഭാതത്തിൽ വേഗത്തിൽ തന്നെ നമ്മുടെ അടുത്തേക്ക് വരണേ. നമ്മളെ കർമ്മത്തിൽ പ്രേരിപ്പിച്ച്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത്, നമ്മളെ കർമ്മത്തിനെ പ്രേരിപ്പിച്ച് എല്ലാ സൗഭാഗ്യം നേടാനുള്ള പുരോഗതിയിലേക്ക് നയിക്കുവാൻ വേണ്ടി നീ എപ്പോഴും പ്രഭാതത്തിൽ തന്നെ വരണേ എന്ന് പറയുകയാണ്. ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മളെ സ്വാധീനിക്കുന്ന മരുത്തുക്കളെ പറ്റിയുള്ള പരാമർശമായിട്ട് ഇതിനെ കാണണം. ശാസ്ത്രലോകം കണ്ടെത്താത്ത ഒരു കാര്യമാണ് ഇത്.